കോടതിയെ അപമാനിക്കാൻ ശ്രമിച്ചതിനാൽ നിരവധികം മാപ്പ് പറഞ്ഞ് ബോബി ചെമ്മണ്ണൂർ ഇനി വാ തുറക്കില്ലെന്നും കോടതിക്ക് ഉറപ്പ് നൽകി. മാപ്പപേക്ഷ സ്വീകരിച്ച കോടതി തുടർ നടപടികൾ അവസാനിപ്പിച്ചു. ജാമ്യം ലഭിച്ചിട്ടും ജയിൽ മോചിതരാകാൻ തയ്യാറാകാതിരുന്ന ബോബിയുടെ നടപടിയാണ് കോടതിയുടെ വിമർശനത്തിന് കാരണമാകുകയും ചെയ്തത്. സാലി മുഹമ്മദ് വിവരങ്ങളുമായി ചേരും. അസാധാരണമാവണ്ണം 3 തവണയാണ് ഇന്ന് ഹൈക്കോടതി ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് പരിഗണിച്ചത്. അതിന് കാരണം ഇന്നലെ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കുകയും റിലീസിംഗ് ഓർഡർ പുറത്ത് ഇറങ്ങുകയും ചെയ്തു. പക്ഷേ അയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ തയ്യാറായില്ല. അതിന് പറഞ്ഞ ന്യായം ജയിലിൽ ഒരുപാട് റിമാൻഡ് തടവുകാരുണ്ട്, അവരുടെ പ്രശ്നം തനിക്ക് പരിഹരിക്കണം എന്നുള്ളതാണ്. അത് കോടതി മനസ്സിലാക്കിയത് കോടതിക്കെതിരെയുള്ളൊരു വെല്ലുവിളിയായി തന്നെയാണ്. അതുകൊണ്ടാണ് കോടതി രാവിലെ 10:15 സ്വമേധയാ സുവമോട്ടോ ഒരു കേസെടുത്തിട്ട് അതിൽ ബോബിയുടെ അഭിഭാഷകനോട് ഹാജരാകാൻ പറഞ്ഞു. ഹാജരായപ്പോൾ തന്നെ വലിയ വിമർശനം ഉണ്ടായി. നാടകം കളിക്കുകയാണോ, കോടതിക്കെതിരെ കോടതിയെ അവമാനിക്കാൻ അനുവദിക്കില്ല, ഇത്തരം നടപടികൾ അംഗീകരിക്കാനാവില്ല, ജാമ്യം റദ്ദാക്കാൻ പോകുന്നു എന്നാണ് കോടതി പറഞ്ഞത്. അപ്പം അഭിഭാഷകൻ സാവകാശം ചോദിച്ചപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് കേസ് വീണ്ടും എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 12 മണിക്ക് എടുത്തപ്പം അഭിഭാഷകൻ നിരുപാധികം മാപ്പ് പറഞ്ഞു. പക്ഷേ കോടതി അപ്പോഴും അനുവദിച്ചില്ല. കാരണം രാവിലെ ജയിൽ മോചിതനായപ്പോൾ ചില കമൻറ്റുകൾ മാധ്യമങ്ങളോട് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു. അത് കോടതിയെ വീണ്ടും ചൊടിപ്പിച്ചു. എന്താണ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് വീണ്ടും അത്തരം കമൻറ്റുകൾ ആവർത്തിച്ചത് എന്ന് കോടതി ആരാഞ്ഞു. അതിൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ട്, മറുപടി നൽകാൻ ആവശ്യപ്പെട്ട് 1:45 വെച്ചു. 1:45 കേസെടുത്തപ്പോൾ വളരെ നിരുപാധികം മാപ്പപേക്ഷയുമായി ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ എത്തുകയായിരുന്നു. ഇനി മേലെ വാതുറക്കില്ല, അത്തരം നടപടികൾ ഇനി ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല, ചെയ്ത തെറ്റിന് നിരുപാധികം മാപ്പപേക്ഷിക്കുന്നു, കോടതി മാപ്പാക്കണം എന്ന് പലതവണ ആവർത്തിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു. അങ്ങനെ കോടതി കൺവിൻസായി. എങ്കിൽ ഇവിടെ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് മാപ്പപേക്ഷ സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ ഈ കേസ് തീർപ്പാക്കുകയുണ്ടായി. ഏതായാലും ബോബി ചെമ്മണ്ണൂരിന് വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. കോടതി 3 തവണയും കടുത്ത വിമർശനം നടത്തി. പണം ഉണ്ടെന്നും പറഞ്ഞ് അല്ലെങ്കിൽ എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന ഒരു ധാരണ വേണ്ട, എല്ലാത്തിനും മുകളിൽ നിയമ സംവിധാനവും അതിനു മുകളിൽ കോടതിയുമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചു. താനാണ് എല്ലാത്തിനും മുകളിൽ എന്ന് തോന്നൽ ഇയാൾക്കുണ്ട്. അത് കോടതി അംഗീകരിക്കില്ല. എല്ലാത്തിനും മുകളിൽ രാജ്യത്ത് കോടതിയുണ്ട്. അതുകൊണ്ട് അതിനൊന്നും നിന്നു തരാൻ കോടതി തയ്യാറായില്ല. കടുത്ത നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു. ഒരു പക്ഷേ അയാളെ അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിടാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടായി. പക്ഷേ അവസാനം നിരുപാധികം മാപ്പ് പറഞ്ഞ് ഇനി വാ തുറക്കില്ലെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി മാപ്പ് നൽകി കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. അതിരൂക്ഷമായ വിമർശനങ്ങൾ കോടതി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉയർത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.